ശരത്തുമോന്റെ അമ്മ ഇനി വരുമ്പോ 2 ദിവസം തങ്ങിയിട്ട് പോയാ മതി. ദേവിക ഇവിടെ ഉള്ളപ്പോ ഉയിരുറപ്പിച്ച് എങ്ങനെ ഇവിടെ നിൽക്കും? ഓ, അവൾ ഇനി അധിക കാലം ഇവിടെ ഉണ്ടാവില്ല. അതെ. ഇവിടെ എവിടെയാ താമസിക്കുന്നേ? ഒരു ഫ്ലാറ്റ് എടുക്കുന്നുണ്ട്. വാടകയ്ക്കാണോ? അല്ല, വാങ്ങുന്നതാ. ആ, 1.5 കോടിയാവും. ശോ. ഇടയ്ക്ക് വരാം. ആ, ആ. മകന്റെ തലയെടുത്തവളാണെങ്കിലും മരുമകൾക്ക് നല്ല കൈപ്പുണ്യമുണ്ട്. ഇന്നത്തെ കാലത്ത് കൈപ്പുണ്യമുള്ള ഒരു സർവന്റിനെ കിട്ടുന്നത് ബുദ്ധിമുട്ടാണ്. ഇതിപ്പോ ശമ്പളം കൊടുക്കണ്ടല്ലോ, അതിൽ ലാഭമായി. ദേവികമോൾ ഇവിടുത്തെ സെർവന്റ് അല്ല, എന്റെ മകളാ, മൂത്ത മോള്. ബന്ധങ്ങൾ അങ്ങനെ ഏച്ചു കെട്ടാൻ പറ്റൂ? ഒരർത്ഥത്തിൽ നമ്മൾ രണ്ടാളും തുല്യ ദുഃഖിതരാ. എന്റെ മകനെ അവൾ മരണത്തിലേക്ക് തള്ളിവിട്ടു, നിങ്ങളുടെ മകനെയും. എന്റെ മകന്റെ മരണത്തിന് കാരണം ദേവികമോളല്ല. പിന്നെ ആരുടെയെങ്കിലുമൊക്കെ മരണത്തിന് ഉത്തരവാദി ദേവികമോളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. ഓഹ്, എന്നാലും എന്റെ മനോഹര, ഇത്രയൊക്കെ കേട്ടിട്ട് നീ... അമ്മ മിണ്ടരുത്, നമുക്ക് വൈകിട്ട് സംസാരിക്കാം. ഇപ്പൊ ഞാൻ ഡ്രൈവറുടെ ഡ്യൂട്ടിയില്ല. എന്നാ നമുക്ക് പോവാം മാഡം. പോകാം.